നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൊഗ്രാൽ കൊപ്പര ബസാറിൽ ദേശീയപാതയ്ക്ക് സമീപം ടൂറിസ്റ്റ് ബസും വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവറും സഹായിയും മരിച്ചു. ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി BJP കൗൺസിലർമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കും ഉത്തരമില്ലാതാകുമ്പോഴാണ് മനുഷ്യൻ മിത്തുകളും തെയ്യങ്ങളും ഉണ്ടാക്കിയതെന്ന് കഥാകൃത്ത് N. പ്രഭാകരൻ കാഞ്ഞങ്ങാട് കൈരളി പുസ്തകമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേളുകുടെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവം ഡിസംബർ 30-ന് സമാപിക്കും. സമന്യ ഭാരത് ഉത്സവ് 2016-17 അഖിലേന്ത്യാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. മൊഗ്രാൽ കൊപ്പര ബസാറിൽ ദേശീയപാതയ്ക്ക് സമീപം ടൂറിസ്റ്റ് ബസും വാനും കൂട്ടിയിടിച്ചു. വാൻ ഡ്രൈവറും സഹായിയും മരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 5:30 മൊഗ്രാൽ കൊപ്പര ബസാറിൽ ദേശീയപാതയ്ക്ക് സമീപമായിരുന്നു സംഭവം. കുമ്പള ഭാഗത്തു നിന്നും കോഴി കടത്തുകയായിരുന്ന മാരുതി വാനും തിരുവനന്തപുരത്തു നിന്നും മണിപ്പാളിലേക്ക് പോവുകയായിരുന്ന വോൾവോ ടൂറിസ്റ്റ് ബസും ദേശീയപാതയിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ മരിച്ചു. വാനിലുണ്ടായിരുന്ന പരപ്പ പള്ളഞ്ചിമൂലയിലെ ഉജ്വൽനാഥ്, ചെറുക്കള ബാലടുക്കയിലെ മസൂദ് എന്നിവരാണ് മരിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും എത്തി തീ കെടുത്തിയതിനു ശേഷമാണ് ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തത്. മറ്റൊരാളെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 50 മീറ്റർ അകലെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ബസ്സിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തെന്ന് മനസ്സിലാകുന്നില്ല. ബസ്സിൻ്റെ അകത്തേക്ക് കുറച്ച് മുമ്പിൽ വന്നപ്പോൾ അവിടെ കത്തുന്ന് കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. മൊത്തം കത്താണ്. പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് കുമ്പളയിലത്തെ കേശുവിന് AC വന്ന സ്പോട്ടിലാണ് ഇവിടെ എത്തിയത്. കൂട്ടിയിടിയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് സമീപത്തെ വീട്ടിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിലേക്ക് ബസ് വന്ന് കയറി. ഞാൻ ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞാനും ഭാര്യ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എൻ്റെ വീട് തകർന്നു. പരിക്കേറ്റ ബസ് ഡ്രൈവറെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിൽ വാൻ പൂർണ്ണമായും കത്തിനശിച്ചു. ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി BJP. കാസർഗോഡ് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ BJP കൗൺസിലർമാർ ഉപരോധിച്ചു. ഭവന പുനർനിർമ്മാണ പദ്ധതിയിലെ അഴിമതിയിൽ പ്രതിഷേധിച്ചായിരുന്നു BJP കൗൺസിലർമാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം അലങ്കോലപ്പെടുത്തിയത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈമുനിസ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളി തുടർന്ന BJP കൗൺസിലർമാർ ചെയർപേഴ്സണെ വളയുകയും ഉപരോധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്യാനെത്തിയ ഭരണപക്ഷത്തെ സ്ത്രീകളെത്തിയതോടെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നം സംഘർഷത്തിലേക്ക് വഴിമാറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അജണ്ടയില്ലാതെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ ഈ BJPയുടെ ഈ സമാധാനപരമായ സമരം ഇന്നത്തെ ദിവസം വിജയിച്ചിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ BJP പ്രവർത്തകർ പിറ്റേ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം സൃഷ്ടിക്കുകയും നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിമിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കൗൺസിൽ യോഗം പാതിവഴിയിൽ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. ഭാരതീയ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കർഷക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ആ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് കേരളത്തിലെ സർക്കാർ പരാജയമാണ്. അത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കേന്ദ്രം നൽകുന്ന ഫണ്ട് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിന് പരാജയപ്പെടുന്നു, അഴിമതി നടക്കുന്നു, വകമാറ്റി ചെലവാക്കുന്നു.
അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ NK പ്രഭാകരൻ, A വേലായുധൻ, V ബാലകൃഷ്ണ ഷെട്ടി, സുധാമ ഗോസാഡ, ശിവകൃഷ്ണ ഭട്ട്, ചന്ദ്രശേഖരൻ, കുഞ്ഞിരാമൻ, VV ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കും ഉത്തരമില്ലാതാകുമ്പോഴാണ് മനുഷ്യൻ മിത്തുകളും തെയ്യങ്ങളും ഉണ്ടാക്കിയതെന്ന് കഥാകൃത്ത് N പ്രഭാകരൻ കാഞ്ഞങ്ങാട് കൈരളി പുസ്തകമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈരളി ബുക്സ് പുസ്തകമേളയോടനുബന്ധിച്ച് കഥാകൃത്ത് അംബികാസുധൻ മാങ്ങാട് രചിച്ച 3 പുസ്തകങ്ങൾ കഥാകൃത്ത് N പ്രഭാകരൻ പ്രകാശനം ചെയ്തു. മലയാളിക്ക് പ്രത്യേക സ്വത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് കഥാകൃത്ത് N പ്രഭാകരൻ പറഞ്ഞു. എന്നാൽ കേരളം പണ്ട് മുതലേ സാംസ്കാരിക സംസ്കരണത്തിനും അധിനിവേശത്തിനും സാധ്യതയുള്ള പ്രദേശമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി സ്വത്വം എന്നത് ഒരു മിഥ്യാസങ്കല്പം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് എഴുതിയ തെയ്യം കഥകൾ, പൊട്ടിയമ്മ തെയ്യം എന്നീ പുസ്തകങ്ങൾ ഡോക്ടർ ലിസി മാത്യു ഏറ്റുവാങ്ങി. അദ്ദേഹം എഡിറ്റ് ചെയ്ത വയനാട്ടുകുലവൻ, മലയാളത്തിലെ തെയ്യം കഥകൾ എന്നീ പുസ്തകങ്ങൾ കഥാകൃത്ത് EV പ്രവീൺ, നാടൻ കലാ ഗവേഷകൻ KV കണ്ണൻ എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ EP രാജഗോപാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. കേളുകുടെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവം ഡിസംബർ 30-ന് സമാപിക്കും. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടുകൂടി നടത്തുന്ന കേളുകുടെ അയ്യപ്പ ഭജന മന്ദിര വാർഷിക മഹോത്സവത്തിനാണ് തുടക്കമായത്. മഹോത്സവത്തിൽ പൂർണ്ണകുംഭ സ്വാഗതത്തോടുകൂടി കരിഞ്ചമഠം മുക്താനന്ദ സരസ്വതി സ്വാമിജിയെ വരവേറ്റു. തുടർന്ന് നടന്ന ധാർമ്മിക സഭയിൽ മുക്താനന്ദ സരസ്വതി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ಗರ್ಭಗುಡಿಯಲ್ಲಿ ವಿರಾಜಮಾನವಾಗಿರತಕ್ಕಂಥ ಅಯ್ಯಪ್ಪ ಸಾಕ್ಷಾತ್ ಇಲ್ಲಿ ನೆಲೆಗೊಂಡ ಕಾರಣ ನಾವು ಇಷ್ಟು ಮಂದಿ ನಿರ್ಭಯತೆಯಿಂದ ಇಲ್ಲಿ ಸೇರಲಿಕ್ಕೆ ಸಾಧ್ಯ. തപസ്യ സംസ്ഥാന സമിതി അംഗം സുകുമാരൻ പെരിയച്ചൂർ ധാർമ്മിക പ്രഭാഷണം നടത്തി. ഭാരതത്തിൽ ഈശ്വരവിശ്വാസികളുണ്ട്. ഈശ്വരവിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. അതാണ് ഈശ്വരവിശ്വാസികളുടെ ഒരു പ്രത്യേകത. P മുരളീധരൻ, AV സുരേഷ്, കൃഷ്ണൻ കുട്ലു തുടങ്ങിയവർ സംബന്ധിച്ചു. മഹോത്സവം ഡിസംബർ 30-ന് സമാപിക്കും. സമന്വയ ഭാരത് ഉത്സവ് 2016-17 അഖിലേന്ത്യാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ 2 ദശാബ്ദകാലമായി നിറസാന്നിധ്യമായ സമന്വയ വാർഷികോത്സവ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർണാടക വനം വകുപ്പ് മന്ത്രി B രാമനാഥ റായ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായണ്ടടി അധ്യക്ഷനാകും. കലോത്സവത്തിന്റെ ഭാഗമായി കലാസാഹിത്യ മത്സരവും സെമിനാറുകളും സംഘടിപ്പിക്കും. അന്തർ സംസ്ഥാന കബഡി ടൂർണമെന്റ്, NRI മീറ്റ്, ആദരിക്കൽ ചടങ്ങ് എന്നിവ സംഘടിപ്പിക്കും. പരിപാടിയിൽ രവീന്ദ്രനാഥ് ബെള്ളൂർ, കാസർഗോഡ് ജില്ലാ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, BV രാജൻ, രാമപ്പ മഞ്ചേശ്വരം തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ PV രമേശൻ, A ദാമോദര, KM അസൈനാർ, അബ്ദുൾ റഹ്മാൻ പെർല, ഹമീദ് പുതുമണ്ണ്, ആമോ അടുക്കസ്ഥല തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സംഗീത നാടക അക്കാദമി ദേശീയ തെരുവ് നാടകോത്സവത്തിന്റെ ഭാഗമായ തെരുവരങ്ങ് 2017 ജനുവരി 1, 2, 3 തീയതികളിലായി ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഭാഗമായി നടക്കുന്ന ദേശീയ തെരുവ് നാടകോത്സവം തെരുവരങ്ങ് 2017 ജനുവരി 1, 2, 3 തീയതികളിലായി ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ
ഇരിയണ്ണിയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു തെരുവ് നാടകത്തിൻ്റെ അരങ്ങ് ഉണ്ടാകാൻ പോവുകയാണ്. ജനുവരി 1, 2, 3 തീയതികളിൽ 9 നാടകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. അത് കേരളത്തിലെ നാടകങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ ശ്രദ്ധേയമായ 1-2 നാടകങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത നാടക സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് നിർവഹിക്കും. പരിപാടിയിൽ കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിക്കും. തെരുവു നാടക പ്രവർത്തനത്തിൽ അഗ്രഗണ്യനായ മൺമറിഞ്ഞുപോയ സഫ്തർ ഹഷ്മിയുടെ അനുസ്മരണത്തിനായാണ് നാടകങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ രവീന്ദ്രൻ കൊടക്കാട്, P. വിനയകുമാർ, PVK പനയാൽ, BM പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ബദിയടുക്ക കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിൽ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും മതപ്രഭാഷണത്തിനും വ്യാഴാഴ്ച തുടക്കമാകും. സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ബദിയടുക്കയിൽ പ്രവർത്തിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന മർഹൂം കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും മതപ്രഭാഷണത്തിനും വ്യാഴാഴ്ച തുടക്കമാകുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന മജ്ലിസ് ഉന്നൂർ വാർഷികവും മതപ്രഭാഷണവും സയ്യിദ് KS അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഓഫീസ് കെട്ടിടവും കിച്ചൺ ബ്ലോക്കും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലോകത്തോടുള്ള വേർപാടിന്റെ മാസം അടുത്തതുകൊണ്ട് എല്ലാ കൊല്ലവും നിർവഹിക്കുന്നത് പോലെ 4 ദിവസത്തെ വാരപരമ്പരയും മറ്റുള്ള പല പരിപാടികളും നടത്താൻ പോകുന്നു. 29, 30, 31, ജനുവരി 1 ഈ ദിവസങ്ങളിലാണ് പരിപാടി. അത് രാത്രിയും പകലുമായി കൊണ്ട് പല പരിപാടികളും. ജനുവരി 1 പരിപാടി സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ UM അബ്ദുൾ റഹ്മാൻ മൗലവി, ഫസലുർ റഹ്മാൻ ദാരിമി, അസ്രഫ് പള്ളിക്കണ്ടം, സുബേർ ദാരിമി പൈക്ക, ഹംസത്ത് സാഅദി ബോയ്ക്കാനം, മാഹിൻ കേളോട്ട്, PS ഇബ്രാഹിം, ഫൈസി പള്ളങ്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. സർവശിക്ഷാ അഭിയാൻ BRC കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള സഹവാസ ക്യാമ്പിന് തുടക്കമായി. നിറചാർത്ത് 2016 എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കായി സർവശിക്ഷാ അഭിയാൻ BRC കാസർഗോഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഹവാസ ക്യാമ്പിനാണ് മധൂർ ഗവൺമെന്റ് AUP സ്പെഷ്യൽ സ്കൂളിൽ തുടക്കമായത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയി KP മണി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ, അതായത് അർഹതയുള്ളതിന് മാത്രം നിലനിൽക്കാം, ഇല്ലത് മൊത്തം ഇല്ലാത്തത് മൊത്തം നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ പല കൺട്രികളും അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന ടേം ഉരുത്തിരിഞ്ഞു വരുന്നത്, അഥവാ അർഹതയുള്ളതിൻ്റെ അതിജീവനം. മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രൊജക്ട് ഓഫീസർ K. രവിവർമ്മൻ, PK ജയരാജൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. രവീന്ദ്ര റാവു, B. ഗംഗാധരൻ, മൈമൂന അബ്ബാസ്, താരാനാഥ മധൂർ, S. രവീന്ദ്ര റായ്, രോഹിണി, ഗോപാൽ നായിക് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പിന് തുടക്കമായി. നിറച്ചാർത്ത് എന്ന പേരിൽ പള്ളിക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പ് നിറച്ചാർത്ത് സംഘടിപ്പിച്ചത്. പള്ളിക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. K. കുഞ്ഞിരാമൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം സമൂഹത്തെ ഒറ്റപ്പെടുത്താതെ, അച്ഛനും അമ്മക്കും അതിന് ഭാരമാകാതെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് വിദ്യയും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർക്കെല്ലാം പലതരത്തിലുള്ള ചികിത്സക്കും മറ്റ് പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുന്നുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും നന്നായി ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ കഴിയൂ. പള്ളിക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷയായി. SSC ജില്ലാ പ്രൊജക്ട് ഓഫീസർ K. രവിവർമ്മൻ മുഖ്യപ്രഭാഷണം നടത്തി. M. ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. P. സീമ ക്യാമ്പ് വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ഇന്ദിര, PK അബ്ദുള്ള, K. ശ്രീധരൻ, മോളിക്കുട്ടി ജോസഫ്, ശങ്കരൻ നമ്പൂതിരി, PK അബ്ദുള്ള, K. ശശി, KV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോസ്മോസ് സെവൻസ് ഫുട്ബോൾ നടക്കുന്ന നീലേശ്വരം രാജ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫിക്ക് ഉജ്ജ്വല സ്വീകരണം. P. കരുണാകരൻ MPയും M. രാജഗോപാലൻ MLAയും സംബന്ധിച്ചു.
നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സജ്ജമാക്കിയ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോസ്മോസ് സെവൻസ് ഫുട്ബോളിന്റെ സംഘാടകരായ നീലേശ്വരം പള്ളിക്കര കോസ്മോസ് ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് റാഫിക്ക് സ്വീകരണമൊരുക്കിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മുഹമ്മദ് റാഫിയെ സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത്. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഫുട്ബോൾ പ്രേമികൾ ഹർഷാരവത്തോടെയാണ് കേരളത്തിന്റെ കളിക്കാരനെ സ്വീകരിച്ചത്. പി കരുണാകരൻ എം പിയും എം രാജഗോപാലൻ എം എൽ എയും സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. പി കരുണാകരൻ എം പി ഉപഹാര സമർപ്പണം നടത്തി. ആദ്യകാല ഫുട്ബോൾ കളിക്കാരെ എം രാജഗോപാലൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുഹമ്മദ് റാഫിക്കൊപ്പം എം പിയും എം എൽ എയും കളിക്കാരുമായി പരിചയപ്പെട്ടു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഫൈനൽ വരെ കളിക്കാനായത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് മുഹമ്മദ് റാഫി പറഞ്ഞു. ടൂർണമെന്റിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന കോസ്മോസ് ക്ലബ്ബും അതിന്റെ പ്രവർത്തകരും അഭിനന്ദനമർഹിക്കുന്നുവെന്ന് പി കരുണാകരൻ എം പി പറഞ്ഞു. മഞ്ചേശ്വരം തുമ്മിനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥി കൂട്ടായ്മ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തുമ്മിനാട് ജൂനിയർ അറബ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായി. മഞ്ചേശ്വരം തുമ്മിനാട്ടെ കൊച്ചുകുട്ടികളാണ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടകർ. അവധി ദിവസങ്ങൾ പാഴാക്കാതെ തങ്ങളുടെ ഇഷ്ടവിനോദമായ ഫുട്ബോളിൽ ലയിച്ചിരിക്കുകയാണ് ഈ കൂട്ടുകാർ. ടൂർണമെന്റിൽ 5 ടീമുകൾ പങ്കെടുത്തു. തുമ്മിനാട് ജൂനിയർ അറബ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായി. കുഞ്ചത്തൂർ പദവ് 2ാം സ്ഥാനം നേടി. ഷാസ്, അഹമ്മദ്, ഫർദിൻ, ഹർഷാദ്, സഫ്വാൻ, ഫറൂഖ്, ഹഫീസ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന ടീമാണ് വിജയിച്ചത്. സർഗപ്രതിഭകൾ മാറ്റുരച്ച് കിനാനൂർ കരിന്തളത്തെ കാലിച്ചാമരത്ത് അരങ്ങേറിയ ചിലമ്പൊലി 2016 സമാപിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന ക്രിസ്മസ് സായന്തനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കരിന്തളം മേഖലാ കമ്മിറ്റിയുടെയും ബാലസംഘം കരിന്തളം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് കാലിച്ചാമരത്ത് ചിലമ്പൊലി 2016 എന്ന പേരിൽ കലാമത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും നടന്നത്. പരിപാടിയുടെ ഭാഗമായി ക്രിസ്തുമസ് ദിനത്തിൽ നടന്ന ക്രിസ്മസ് സായന്തനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ പാറക്കോൽ രാജൻ അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ മദർ തെരേസ അനുസ്മരണവും ക്രിസ്മസ് കേക്ക് മുറിക്കലും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പതാൽ കേക്ക് മുറിച്ചു. കെ പി നാരായണൻ, സി സുരേശൻ, പ്രവീൺ പാടി, കെ ഭാസ്കരൻ, കെ മണി, വി വി വെള്ളൂങ്ങ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജൻ കമ്പവലി വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. കെ സതീശൻ സ്വാഗതവും സി ലാലു നന്ദിയും പറഞ്ഞു. കണ്ണകി, സ്വരരാഗം, മഷിക്കൂട് എന്നീ 3 വേദികളിലായി കലാമത്സരങ്ങളും നടന്നു. സഹകരണ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ജില്ലയിൽ നടത്തുന്ന തെക്കൻ മേഖല പ്രചാരണ ജാഥ നീലേശ്വരത്ത് നിന്ന് പര്യടനം ആരംഭിച്ചു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ, എംപ്ലോയീസ് ഫ്രണ്ട്, എംപ്ലോയീസ് കൗൺസിൽ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് വാഹന പ്രചരണ ജാഥകൾ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. നാടിൻ്റെ നന്മയും കരുത്തുമായ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രയാസങ്ങൾ അതിജീവിക്കുന്നതിനും സഹകരണ മേഖലയെ സംരക്ഷിക്കുക, വ്യാജപ്രചാരണങ്ങളെ തള്ളിക്കളയുക എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് വാഹനജാഥ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നത്. തെക്കൻ മേഖല വാഹന പ്രചരണ ജാഥ നീലേശ്വരത്ത് എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, കൃഷിക്കാർക്ക്, തൊഴിലാളികൾക്ക്, മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കെല്ലാം അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടവരുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് ഏറ്റവും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിലെ വിപുലമായിട്ടുള്ള ഒരു ശൃംഖലാ സംവിധാനമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം, സഹകരണ ബാങ്കുകൾ. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന 10,503 സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് കൃത്യമായിട്ട് കണക്ക്. ഈ ഒരു തകർച്ചയിലേക്ക് നീങ്ങാൻ എല്ലാ തരത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് ഇതിനെ വിഷമിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചു വരുന്ന സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിന് കക്ഷി രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് MLA ആഹ്വാനം ചെയ്തു. എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK വിനയകുമാറാണ് ജാഥ ലീഡർ. എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ഭാസ്കരൻ മാനേജറാണ്. യൂണിയൻ ട്രഷറർ KV വിശ്വനാഥൻ ജാഥ പൈലറ്റുമായി പ്രവർത്തിക്കും. ഉദ്ഘാടന ചടങ്ങിൽ നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കെ ഭാസ്കരൻ, കെ പ്രഭാകരൻ, പ്രൊഫസർ KP ജയരാജൻ, ജാഥ ലീഡർ PK വിനയകുമാർ, KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മൊഗ്രാൽ കൊപ്പര ബസാറിൽ ദേശീയപാതയ്ക്ക് സമീപം ടൂറിസ്റ്റ് ബസും വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവറും സഹായിയും മരിച്ചു. ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി BJP കൗൺസിലർമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു.
പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കും ഉത്തരമില്ലാതാകുമ്പോഴാണ് മനുഷ്യൻ മിത്തുകളും തെയ്യങ്ങളും ഉണ്ടാക്കിയതെന്ന് കഥാകൃത്ത് എൻ പ്രഭാകരൻ കാഞ്ഞങ്ങാട് കൈരളി പുസ്തകമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേളുകുടെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവം ഡിസംബർ 30-ന് സമാപിക്കും. സമന്യ ഭാരത് ഉത്സവ് 2016-17 അഖിലേന്ത്യാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.